ഹായ് ഓൾ, വെൽക്കം ടു ക്രിപ്പ് സ്കെയിൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് അനാലിസിസിലെ 3 ക്വസ്റ്റ്യൻസ് ആണ്. 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒരു കോംപ്ലക്സ് അനാലിസിസ് പഠിക്കാൻ തുടങ്ങുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺജുഗേറ്റ് ഓഫ് 1+i. 1+i എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. കോൺജുഗേറ്റ് ഓഫ് 1+i with respect to the circle modulus of z minus 1 equal to 2. അതായത് ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സർക്കിൾ 1+i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് നമുക്ക് കണ്ടുപിടിക്കും. ഇങ്ങനെ ഒരു സർക്കിൾ തന്നാൽ ആ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സർക്കിൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ആ ഇക്വേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ ഇതാണ് പറയുന്നത്. If z is the complex number, z is a complex number, z is a complex number, then with respect to the circle, modulus of z minus z not equal to r, modulus of z minus z not equal to r, അല്ലെങ്കിൽ നിങ്ങൾക്ക് modulus of z minus a equal to r എന്നും എഴുതാം. ഓക്കെ, modulus of z minus a equal to r, the conjugate is conjugate or inverse രണ്ടും പറയാം. Conjugate or inverse is z star is equal to a plus r square divided by z conjugate minus a conjugate. ഇതാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ. ഇവിടെ എ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. ആർ എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇസഡ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സർക്കിൾ നമുക്ക് ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇസഡ് സ്റ്റാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് കോൺജുഗേറ്റ് മൈനസ് എ കോൺജുഗേറ്റ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ 1+i ആണ്. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ 1+i ആണ്. z is equal to 1+i. തന്നിരിക്കുന്ന സർക്കിള് മോഡുലസ് ഓഫ് z minus 1 equal to 2 ആണ്. മോഡുലസ് ഓഫ് z minus 1 equal to 2. ഇപ്പോൾ സെന്റർ a equal to എന്താണ്? a equal to center a equal to 1. Radius r is equal to 2. ഓക്കെ, ഇനി ഇസഡിന്റെ കോൺജുഗേറ്റ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ഇനി ഇസഡ് കോൺജുഗേറ്റും എ കോൺജുഗേറ്റും കാണും. ഇസഡ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ്. അപ്പോൾ 1+iയുടെ കോൺജുഗേറ്റ് 1 - i ആയിരിക്കും. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിന്റെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റുക എന്നുള്ളതാണ്. എ എന്ന് പറയുന്നത് സെന്റർ തന്നിട്ടുണ്ട്. എയുടെ കോൺജുഗേറ്റ് എന്താണ്? എ എന്ന് പറയുന്നത് 1 ആണ്. 1 is a റിയൽ നമ്പർ. ഒരു റിയൽ നമ്പറിന്റെ കോൺജുഗേറ്റ് അത് തന്നെയായിരിക്കും. സോ എ ഈക്വൽ ടു 1. ഓക്കെ, റേഡിയസ് 2 ആണ് തന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z സ്റ്റാർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ. 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ z കോൺജുഗേറ്റ് 1 - i. 1 - i minus 1. So that is 1 plus 4 divided by 1 minus 1 കത്തിക minus i. So 1 minus 4 by i. ഓക്കെ, അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ ഈ ഫോമിൽ ഇല്ല, അപ്പോൾ നമ്മളിത് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 minus 4 by i-നെ നമ്മൾ മുകളിൽ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 minus 4i divided by i square. ഇവിടെ i മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4i by i square. i സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. സോ 1 minus 4i by -i, that is 1 plus 4i. 1 plus 4i ആണ് ആൻസർ വരും.
1+4i. ആക്ച്വലി ഇവിടെ 1+4i എന്ന് വരും. ഓപ്ഷനിൽ ഓപ്ഷൻ ഉണ്ട് 1+4. ക്ലിയർ? ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിന്റെ വിത്ത് റെസ്പെക്ട് ടു എ സർക്കിൾ ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കാണാനുള്ള ഫോർമുല. കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. സെറ്റ് സ്റ്റാർ ഇസ് ഈക്വൽ ടു a പ്ലസ് ആർ സ്ക്വയർ ബൈ സെറ്റ് കോൺജുഗേറ്റ് മൈനസ് എ കോൺജുഗേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആർ ദി കോംപ്ലക്സ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് ഒമേഗ വൈ ഇൻറ്റു എക്സ് മൈനസ് ഒമേഗ സ്ക്വയർ വൈ. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് ഒമേഗ എക്സ് വൈ മൈനസ് എക്സ് വൈ പ്ലസ് ഒമേഗ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ഒമേഗ സ്ക്വയർ വൈ. ഓക്കെ, ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ഒമേഗ സ്ക്വയർ വൈ മൈനസ് ഒമേഗ എക്സ് സ്ക്വയർ വൈ മൈനസ് ഒമേഗ ക്യൂബ് എക്സ് വൈ സ്ക്വയർ. ഓക്കെ, മൈനസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് വൈ സ്ക്വയർ. ഓക്കെ, എക്സ് വൈ സ്ക്വയർ പ്ലസ് ഒമേഗ എക്സ് വൈ സ്ക്വയർ മൈനസ് ഒമേഗ ക്യൂബ് വൈ ക്യൂബ്. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്യാം. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ ഇൻറ്റു ഒമേഗ എക്സ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഒമേഗ സ്ക്വയർ വൈ, എക്സ് സ്ക്വയർ ഒമേഗ സ്ക്വയർ വൈ. അടുത്തത് ഒമേഗ ഇൻറ്റു എക്സ് സ്ക്വയർ വൈ, ഒമേഗ ഇൻറ്റു എക്സ് സ്ക്വയർ വൈ. അടുത്ത് പ്ലസ് ഇവിടെ മൈനസ് പ്ലസ് ആവും, പ്ലസ് ഒമേഗ ക്യൂബ് എക്സ് വൈ സ്ക്വയർ, ഒമേഗ ക്യൂബ് എക്സ് വൈ സ്ക്വയർ. അടുത്തത് എക്സ് വൈ ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് മൈനസ് എക്സ് സ്ക്വയർ വൈ. പിന്നെ മൈനസ് എക്സ് വൈ ഇവിടെ പ്ലസ് ആവും, ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ സ്ക്വയർ. അടുത്ത് ഒമേഗ വൈ സ്ക്വയർ എക്സ്, അടുത്ത് പ്ലസ് ഒമേഗ ക്യൂബ് വൈ ക്യൂബ്. ജസ്റ്റ് മൾട്ടിപ്ലൈ. ഓക്കെ, ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു റിസൾട്ട് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്. 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്നുള്ളത് 0 ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എന്ന് കിട്ടും. അതിലേക്ക് നമുക്ക് എത്തണം. സോ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ഒമേഗ സ്ക്വയർ വൈ മൈനസ് ഒമേഗ എക്സ് സ്ക്വയർ വൈ പ്ലസ് ഒമേഗ ക്യൂബ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളതെല്ലാം പുറത്തെടുക്കാം. ഓക്കെ, എക്സ് ക്യൂബ് അവിടെ നിർത്തുക. ഈ എക്സ് സ്ക്വയർ പുറത്തെടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ കൂടെ ഉള്ളത് ഏതൊക്കെയാണ്? എക്സ് സ്ക്വയറിന്റെ കൂടെ ഉള്ളത് ഒമേഗ സ്ക്വയർ ഉണ്ട്, ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ വൈ ഓക്കെ, എക്സ് സ്ക്വയർ വൈയുടെ കൂടെ ഉള്ള ചേഞ്ച് ഇവിടെ എക്സ് സ്ക്വയർ വൈ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ വൈ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ വൈ ഉണ്ട്. എക്സ് സ്ക്വയർ വൈ ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ വൈ, ബാക്കി എന്തുണ്ടാവും? ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ പ്ലസ് 1. ക്ലിയർ? അത് എക്സ് സ്ക്വയർ വൈയുടെ ടേംസ് പുറത്തെടുത്തു. അടുത്തത് എക്സ് വൈ സ്ക്വയർ ആണ്. എക്സ് വൈ സ്ക്വയറിന്റെ കൂടെ ഉള്ളത് ഒമേഗ ക്യൂബ് പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് വൈ സ്ക്വയർ പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് വൈ സ്ക്വയർ. അപ്പൊ ഇതില് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആണ്. ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ പ്ലസ് 1 എന്ന് പറയുന്നത് 0. 1 പ്ലസ് ഒമേഗ ഇസ് എ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്
1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. സോ അത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടേം 0 ആയി പോവും? ഈ ടേം 0 ആയി പോവും, ഈ ടേം 0 ആവില്ല. ഓക്കെ, ഈ ടേമും 0 ആവും. കാരണം ഇപ്പോൾ 1 പ്ലസ് ഒമേഗ, ഇതിന്റെ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ്, ദിസ് ഈസ് ആൾസോ 0. സോ ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി ഉണ്ടാവുക ഇതും 0 ആവും, ഇതും 0 ആവും. ബാക്കി ഉണ്ടാവുക എക്സ് ക്യൂബ് മൈനസ് 0. യെസ്, കിട്ടി. എക്സ് ക്യൂബ് ഉണ്ടാവും, ഇവിടെ ഒരു ഒമേഗ ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഉണ്ട്. ഒമേഗ ക്യൂബ് മൈനസ് വൈ ക്യൂബ് ബാക്കിയുണ്ട്, മൈനസ് വൈ ക്യൂബ്, ഒമേഗ ക്യൂബ് ഇൻറ്റു വൈ ക്യൂബ് ബാക്കിയുണ്ട്. ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി, ആൻസർ കിട്ടും. സോ എക്സ് ക്യൂബ് മൈനസ് ഒമേഗ ക്യൂബ് വൈ ക്യൂബ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഒമേഗ ക്യൂബ് വൈ ക്യൂബ് ഉണ്ട്. ഒമേഗ ക്യൂബിന്റെ വാല്യൂ 1 ആണ്. ഒമേഗ ക്യൂബ് ഈക്വൽ ടു 1 ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. സോ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്. ഈ ചോദ്യമൊക്കെ ജസ്റ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. ശ്രദ്ധിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ, എന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആണ്, ഒമേഗ ക്യൂബ് 1 ആണ്. ഇത് രണ്ടും യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സെറ്റ് കോൺജുഗേറ്റ് ആണ്. സെറ്റ് കോൺജുഗേറ്റ് അത് അനലിറ്റിക് ആണോ, ഡിഫറൻഷ്യബിൾ ആണോ, എൻഡയർ ആണോ, കണ്ടിന്യൂസ് ആണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ എപ്പോഴും ഈ അനലിറ്റിക് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിളിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ CR ഇക്വേഷൻസ് ആണ്. CR കോഷി റീമാൻ ഇക്വേഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. CR ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഈ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണെങ്കിൽ, അതായത് യു എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ റിയൽ പാർട്ടാണ്, വി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ടാണ്. ഇവിടെ യുവും വിയും 2 വേരിയബിൾ ഫംഗ്ഷൻസ് ആണ്. യു ഈസ് എ 2 വേരിയബിൾ ഫംഗ്ഷൻ, വി ഈസ് എ 2 വേരിയബിൾ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ നിർത്തി കഴിഞ്ഞാൽ, നമ്മൾ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ സെറ്റ് സ്ക്വയർ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സെറ്റിന് എക്സ് പ്ലസ് ഐ വൈ കൊടുത്താൽ എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2i xy പ്ലസ് i square y square. So you can write it as x square plus 2i xy minus y square. I square no minus 1 കൊടുക്കുമ്പോൾ minus y square. So you can write it as x square minus y square plus I into 2xy. ഓക്കെ, അപ്പോൾ ഇതിനെ യു എന്ന് വിളിക്കാം, ഇതിനെ വി എന്ന് വിളിക്കാം. സോ ഏത് ഫംഗ്ഷൻ എടുത്താലും അതിനെ നമുക്ക് യു വി റെപ്രസെന്റേഷനിൽ എഴുതാൻ പറ്റും. അവിടെ യു എന്ന് പറയുന്ന ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആയിരിക്കും, വി എന്ന് പറയുന്നത് ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു യു ആൻഡ് വി, വി ക്യാൻ ഡിഫൈൻ CR ഇക്വേഷൻസ്. CR ഇക്വേഷൻ അല്ലെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതിനെയാണ് നമ്മൾ CR ഇക്വേഷൻസ് എന്ന് പറയാം. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ നിർബന്ധമായിട്ടും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതെന്താ വെച്ചാൽ ആ പോയിന്റിലെ ഫംഗ്ഷൻ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ഡിഫറൻഷ്യബിൾ ആണ്, അനലിറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആവണം എന്നുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടെ ഒബേ ചെയ്യണം. പക്ഷെ നമുക്ക് അല്ല എന്ന് കാണിക്കാൻ വളരെ ഈസിയാണ്. കാരണം CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവില്ല. ഡിഫറൻഷ്യബിൾ ആവാത്ത ഫംഗ്ഷനും അനലിറ്റിക്കും ആവില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ്. അപ്പൊ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് കോൺജുഗേറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. സെറ്റിന് എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് പ്ലസ് ഐ വൈ ഹോൾ കോൺജുഗേറ്റ്. x plus iy whole conjugate is equal to x minus iy. ഇപ്പൊ u എന്ന് പറയുന്നത് x ആണ്, v എന്ന് പറയുന്നത് മൈനസ് y ആണ്. ഓക്കെ, ഇപ്പൊ വാട്ട് ഈസ് ux? ux എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1. ക്ലിയർ? uy എന്ന് പറഞ്ഞാലോ uy is equal to
ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ്. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 0. ഓക്കെ, ഇനി യു വൈ എന്താ വരിക? യു വൈ ഒന്ന് കണ്ടൂല, വി എക്സ് ആണ്. വി എക്സ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് വൈ. മൈനസ് വൈയിൽ എക്സ് ഇല്ല, സോ അഗൈൻ ഡെറിവേറ്റീവ് 0. വി വൈ എന്താ കിട്ടുക? വി വൈ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പൊ ഇവിടെ യു എക്സ് വി വൈയോട് ഈക്വൽ ആണോ? യു എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്, വി വൈ ഇസ് ഈക്വൽ ടു -1 ആണ്. സോ യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ ആണ്. യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ ആണ്. അതുകൊണ്ട് സി ആർ ഇക്വേഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്. സി ആർ ഇക്വേഷൻസ് നോട്ട് സാറ്റിസ്ഫൈഡ്. സി ആർ ഇക്വേഷൻസ് നോട്ട് സാറ്റിസ്ഫൈഡ്. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താവില്ല? അനലിറ്റിക്കോ ഡിഫറൻഷ്യബിളോ ഒന്നും ആവില്ല. അപ്പൊ ഡിഫറൻഷ്യബിൾ അല്ല, അനലിറ്റിക് അല്ല, ഡിഫറൻഷ്യബിൾ അല്ല, എൻഡയർ ഫംഗ്ഷൻ എന്തായാലും ആവില്ല. അനലിറ്റിക് എല്ലാ പോയിന്റിലും അനലിറ്റിക് ആയാലേ അത് ഡിഫറൻഷ്യബിൾ ആവും, എൻഡയർ ആവുള്ളൂ. എൻഡയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് കോംപ്ലക്സ് പ്ലെയിൻ അനലിറ്റിക് ആണ് എന്നാണ് അർത്ഥം. അപ്പൊ ഇതൊന്നും മൂന്നും അല്ല. പിന്നെ സാധ്യത എന്തിനു മാത്രമാണ്? കണ്ടിന്യൂസ് എവരിവെയർ. കണ്ടിന്യൂറ്റി എന്തായാലും ഉണ്ടാകും. കണ്ടിന്യൂറ്റി ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ലിമിറ്റ് ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വേണം. ഫംഗ്ഷൻ വാല്യൂ ഡിഫൈൻഡ് ആവാതിരിക്കുകയൊക്കെ വരുമ്പോഴാണ് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുക. പക്ഷെ ഇവിടെ സെറ്റ് കോൺജുഗേറ്റ് ഈസ് ഡിഫൈൻഡ് എവരിവെയർ ആൻഡ് ഇറ്റ് ഹാവ് ലിമിറ്റ് അറ്റ് ഓൾ പോയിന്റ്സ് ആൻഡ് ലിമിറ്റിംഗ് വാല്യൂ വിൽ ബി സെയിം ആസ് ദി ഫംഗ്ഷൻ വാല്യൂ. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂറ്റി സെറ്റ് കോൺജുഗേറ്റിന് എന്തായാലും ഉണ്ടാകും. സോ കണ്ടിന്യൂസ് എവരിവെയർ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇവിടെ ഞാൻ ഒരു 3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കോംപ്ലക്സ് അനാലിസിസ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്കൊരു ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് കോംപ്ലക്സിലെ ഒരു ഫണ്ടമെന്റൽ റിസൾട്ട് ഉപയോഗിച്ച് സിംപ്ലിഫിക്കേഷൻ ലെവൽ പ്രോബ്ലം ആണ്. മൂന്നാമത് നമ്മൾ ഒരു അനലിറ്റിസിറ്റി, ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് സി ആർ ഇക്വേഷൻ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലം. ഇതേപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.